മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്ന് റിലീസായി എത്തിയിട്ടുള്ള റൊമാൻസ് എന്ന് പറയുന്ന സിനിമ. ഇന്ന് ഫെബ്രുവരി മാസം 14 തീയതിയാണ്. വേറെ മലയാള സിനിമകൾ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമാ ലോകം അതുപോലെ തന്നെ സിനിമാ പ്രേമികളും ഏറെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റൊമാൻസ്. ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല അഭിപ്രായം കാര്യങ്ങളും ആദ്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ചിലപ്പോൾ മലയാള സിനിമയിലെ മറ്റൊരു പ്രേമിലായിട്ട് മാറും. കാരണം കോടികൾ കളക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഈ സിനിമ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാനും അതേപോലെ തന്നെ ഈ സിനിമ വലിയൊരു വിജയമായി തീരുമെന്ന് ഉറപ്പിച്ചു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയിലെ താരങ്ങൾ തന്നെയാണ്. അതായത് മാത്യു തോമസ്, സംഗീത് പ്രതാപ്, അതുപോലെ തന്നെ ശ്യാമോഹൻ എന്നിങ്ങനെയുള്ള പ്രേമലുവിന്റെ അതേ ടീം തന്നെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ പിന്നെ എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ, അതുപോലെ തന്നെ മഹിമ നമ്പ്യാരി, കലാഭവൻ ഷാജോൻ, അതുപോലെ തന്നെ ബിനു പപ്പു എന്നിങ്ങനെയുള്ള വലിയ താരങ്ങളും ഈ സിനിമയിലുണ്ട്. താരവൈസ് നോക്കുകയാണെങ്കിൽ സിനിമ വേറെ ലെവലായിരിക്കും. കാരണം ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. പക്ക എന്റർടൈനർ ആയിട്ട് നമ്മളെ ആസ്വദിപ്പിക്കാനുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ടെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുന്നതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. പിന്നെ രണ്ടാമത്തെ കാരണം സിനിമയുടെ സംവിധായകനാണ് അരുൺ ഡി ജോസ്. അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകളൊക്കെ നമുക്കറിയാം. ജോ ആൻഡ് ജോ, അതേപോലെ തന്നെ ജേർണി ഓഫ് ലവ് 18+ എന്ന സിനിമ, അതുപോലെ തന്നെ സമാധാന പുസ്തകം എന്നിങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചെറിയ പയ്യന്മാരെ വെച്ച് നല്ല നല്ല ഹിറ്റാക്കുന്ന ഒരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രതീക്ഷയും കാര്യങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തെ കാരണം സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ്. ആഷിഖ് ഉസ്മാൻ സിനിമകളൊക്കെ നല്ല ക്വാളിറ്റി സിനിമകളായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളായിരിക്കും അദ്ദേഹം എടുക്കുക. അതുകൊണ്ട് തന്നെ ആഷിഖ് ഉസ്മാൻ എടുക്കുന്നു എന്നുള്ള പേരിലും സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സിനിമാ പ്രേമികൾ വേറെയുമുണ്ട്. ഇതിനൊക്കെ പുറമെ സിനിമയുടേതായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള ട്രെയിലർ ഗംഭീരമായിരുന്നു. കാരണം എടുത്തല്ല തിയേറ്ററിലേക്ക് ആളെ ആകർഷിക്കാൻ തരത്തിലുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള ട്രെയിലർ തന്നെയാണ് പുറത്തുനിന്നത്. അതായത് ഈ സിനിമ പക്ക കോമഡി ആയിരിക്കും, പക്ക എന്റർടൈനർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ട്രെയിലർ കാര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതൊരു ട്രെയിലറാണ് പുറത്തോട്ടുള്ളത്. ആ ട്രെയിലർ കണ്ട ഒരാൾ സമയമുണ്ടെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. കാരണം എല്ലാം മറന്ന് ചിരിക്കാനും ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ റിലീസ് ഡേറ്റ് ആണ്. അതായത് യുവാക്കളും യുവതികളും ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഫെബ്രുവരി മാസം 14 തീയതി എന്ന് പറയുന്നത്. ആ ഒരു ദിവസം തന്നെ സിനിമ റിലീസ് ചെയ്ത ഈ ഒരു സമയം നല്ല ടൈമിംഗ് ആണ്. ഈ സിനിമക്ക് പോസ്റ്റർ റിവ്യൂസ് അവരുടെ ഭാഗത്ത്, അതായത് യുവാക്കളുടെ ഭാഗത്ത് നിന്ന് സിനിമ കണ്ടിട്ട് പോസ്റ്റർ റിവ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി എല്ലാം ഈ സിനിമയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കും. അതുവഴി നല്ല രീതിയിൽ സിനിമക്ക് ആള് കയറാൻ വലിയൊരു ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ സിനിമ വലിയൊരു വിജയമാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.